ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഗാന്ധാരി. ഗാന്ധാര രാജ്യത്തിലെ രാജാവായിരുന്ന സുബാലയുടെ പുത്രിയായിരുന്നു ഗാന്ധാരി. സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ഉത്തമയായവൾ. തൻ്റെ വിവാഹം വരെ വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അവളുടെ ജീവിതം മുന്നോട്ട് പോയി. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ ശക്തരും പ്രബലരും കുരുവംശ പാരമ്പര്യത്തിൻ്റെ മഹനീയതയുമുള്ളതുമായ അസ്തിനിപുര കൊട്ടാരത്തിലെ മഹാരാജാവായ ധൃതരാഷ്ട്രർക്കു വേണ്ടി ഗാന്ധാരിയുമായുള്ള വിവാഹാലോചന വന്നു. ശക്തരായ കുരുവംശത്തോട് എതിര് പറയുവാൻ പേടിച്ച അവളുടെ മാതാപിതാക്കൾ ആ വിവാഹത്തിന് അനുമതി കൊടുത്തു. അങ്ങനെ സ്വന്തം സഹോദരനായ ശകുനിയോടും തോഴിമാരോടും ഒന്നിച്ച് ഗാന്ധാരി അസ്തിനപുര കൊട്ടാരത്തിലെത്തി. വിവാഹ ദിവസം വരെ കൊട്ടാരത്തിൽ താമസമാക്കിയ അവൾ ആ രാജ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടും അവരോടുള്ള ആതിഥ്യ മര്യാദകൾ കണ്ടും അത്ഭുതപ്പെട്ടു. എന്നാൽ ഒരു ദിവസം പുറത്തുപോയി വന്ന അവളുടെ തോഴി കൈകാലുകൾ വിറച്ചുകൊണ്ട് കുമാരിയുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ പരിഭ്രമം കണ്ട ഗാന്ധാരി അവളോട് കാര്യമാരാഞ്ഞു. അവൾ വിറയാർന്ന ശബ്ദത്തിൽ കുമാരിയോട് പറഞ്ഞു, നാം ചതിക്കപ്പെട്ടു കുമാരി. രാജാവ് അന്ധനാണ്. ജന്മന അദ്ദേഹത്തിന് കാഴ്ചയില്ല. അത് കേട്ട കുമാരി മോഹലസ്യപ്പെട്ടു വീണു. ഉണർന്ന അവളുടെ കോപത്താൽ എല്ലാവരും ഭയപ്പെട്ടു. എന്നാൽ കോപം ശമിച്ച അവൾ ഉറച്ച ഒരു തീരുമാനമെടുത്തു. തന്നെ ചതിച്ച ലോകം ഇനി എനിക്ക് കാണേണ്ട. അങ്ങനെ അവൾ തൻ്റെ കണ്ണുകൾ എന്നേക്കുമായിട്ട് വസ്ത്രാഞ്ചലം കൊണ്ട് കെട്ടിയടച്ചു. ഭർത്താവിനോടുള്ള സ്നേഹത്താൽ ധർമ്മപത്നിയായ ഗാന്ധാരി അന്ധയായി മാറിയെന്ന് ലോകം അവളെ വാഴ്ത്തിപ്പാടി. എന്നാൽ തനിക്ക് മുൻപിലുള്ള ചതിയും അനീതിയും കണ്ടു നിൽക്കാൻ സാധിക്കാതെ സ്വയം കാഴ്ച മറച്ചാണ് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ആ അന്ധത ഗാന്ധാരിയെ വലിയ ഉൾക്കാഴ്ചയിലേക്ക് നയിച്ചു എന്ന് വേണം വിശ്വസിക്കുവാൻ. മഹാഭാരത യുദ്ധം ഒഴിവാക്കുവാൻ ധർമ്മിഷ്ഠയായിരുന്ന ഗാന്ധാരി ശ്രമിക്കുമ്പോൾ അവളുടെ വാക്കുകൾക്ക് ഭർത്താവും മക്കളും ചെവി കൊടുത്തില്ല. അവസാനം എല്ലാവരും മരിച്ചു വീഴുന്നതറിഞ്ഞ് അവൾക്ക് കണ്ണുകൾ തുറക്കേണ്ടി വന്നു. ശരീരത്തിൽ 2 കണ്ണുകൾ ഉണ്ടെന്നത് നമ്മെ കാഴ്ചയിലേക്ക് നയിക്കണമെന്നില്ല. ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം കണ്ണടച്ച് അന്ധരാകുന്നതാണ് ഉത്തമം. വിശുദ്ധ യോഹന്നാൻ 9:41. നിങ്ങൾ കുരുടർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനും തിരിച്ചറിയാനും പ്രതികരിക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ സ്വയം അന്ധരായി മാറേണ്ടി വരും. അനീതികൾ കണ്ടു എന്ന പാപമെങ്കിലും ഒഴിവാക്കാമല്ലോ. കണ്ണുകൾ തുറന്നിരിക്കുന്നത് കാഴ്ചകൾ കാണുവാൻ ആണെന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് കണ്ണുകളുള്ള കാഴ്ചകളുള്ള വെറും അന്ധന്മാരായി മാറും. അന്ധരായി ജീവിക്കുവാനല്ല കണ്ണുകൾ തന്നിരിക്കുന്നത്. കാണേണ്ടത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.